ഗുഡ് മോർണിംഗ്. നമുക്ക് ഓർക്കിഡ് കണ്ടാലോ? ഇത് കണ്ടോ, ഇപ്പോൾ വിരിഞ്ഞിരിക്കുന്ന പുതിയൊരു ഓർക്കിഡാണ് കേട്ടോ അത്. ഓൾറെഡി നേരത്തെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ലൊരു യെല്ലോ കളറിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഓർക്കിഡാണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇത് ഒരു സ്പൈക്ക് വിരിഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു സ്പൈക്ക് ഉണ്ട് ഇതിൽ. അത് വിരിയാറായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ സ്പൈക്ക് കേട്ടോ. അടുത്തത് എനിക്ക് തോന്നുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് കൊഴിയാറാകുമ്പോഴത്തേക്ക് ഇത് വിരിയുമായിരിക്കും. എന്തായാലും ഡെൻഡ്രോബിയം നമുക്ക് ഈസിയാണ് വളർത്താനായിട്ട്. ഇത് യായ കോപ്പാക്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വളർത്താൻ വളരെ ഈസിയാണ്. അധികം വലുപ്പം വയ്ക്കില്ല. പിന്നെ എപ്പോഴും പൂ തന്നുകൊണ്ടിരിക്കും. അതിൻ്റെ മെയിൻ അട്രാക്ഷൻ ഇതാണ്, എപ്പോഴും പൂ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പം ഒരു 3 സ്പൈക്ക് അതിലുണ്ട്. അതിൽ 2 പൂവുണ്ടായി, 1 മൊട്ട് വിരിയാറായി നിൽക്കുന്നു. ഒരു 10ൽ കൂടുതൽ മൊട്ട് അതിലുണ്ട് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ഒരു ഡാൻസിങ് ലേഡി എന്ന് പറയും. അപ്പോൾ അതിൽ പൂ ആയിട്ടില്ല. ഒരു യെല്ലോ കളർ ഫ്ലവർ അതിലുണ്ടാവും. അതിനുണ്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഡാൻസിങ് ലേഡി. ഇത് ഡെൻഡ്രോബിയം എന്ന് തന്നെ പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ച് വ്യത്യാസമുണ്ട് അത്. ഇത് പിന്നെ ഗ്രീൻ കളർ ഓർക്കിഡാണ്. ഞാൻ ഇഷ്ടപ്പെട്ട് വളരെ ആഗ്രഹിച്ച് വാങ്ങിച്ചു. പക്ഷേ ഇത് എപ്പോഴും പൂ ഉണ്ടാവാറുണ്ട് എനിക്ക്. ഉണ്ടായാൽ കുറേ നാൾ നിൽക്കും. കണിക്കൊന്ന പൂത്തതുപോലെ നിറയെ ഒരു കളറാണ് അതിൻ്റെ, ശരിക്കും പറഞ്ഞാൽ. അതും അത്യാവശ്യം വലിയ ചെടിയാണ് കേട്ടോ. നല്ല വലുപ്പം വയ്ക്കും. ഞാൻ അതിൻ്റെ